നന്മ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുക. ഇന്ന് അതിലൊക്കെ കൂലിംഗ് കിട്ടും. അതാണ് വെള്ളിയാഴ്ച അദ്കാറു സ്വബാഹി വൽ മസാ, രാവിലെ വൈകുന്നേരം ചൊല്ലേണ്ട ദിക്ർ ഒരുത്ത വാട്സപ്പിൽ അങ്ങ് കൊടുത്തു. അൽഹംദുലില്ലാഹ്. ഇത് നമ്മൾ ചോറയിക്കണതാ പോണത്. എടാ ഞാനിവിടെ കല്യാണത്തിന് ഇതാ മട്ടന്റെ കാലടിച്ചു മാറുകയാണ്, ആ ഫോട്ടോ അയച്ചോളൂ. ഇതൊക്കെ കണ്ടിട്ട് എന്താണ് കാര്യം അല്ലെ? ഇങ്ങനെ വളരെ ചീപ്പായിട്ട് ഈ ടെക്നോളജിയെ ദുരുപയോഗം ചെയ്യുക, അത് ചെയ്യരുത്. അതിനൊക്കെ എന്തായിരിക്കണത്? നീ തിന്നോ കുടിച്ചോ എവിടെയെങ്കിലും നടന്നോ, അത് മറ്റോ കണ്ടിട്ട് എന്തിരിക്കാനാണ്? എന്തെങ്കിലും ഒരു തസ്ബീഹ്, ഒരു ഖുർആനിന്റെ ആയത്ത്, എന്തെങ്കിലും ഒരു ഇൽമ്, ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക. മറ്റേതൊക്കെ എല്ലാവരും ചെയ്യുന്നില്ലേ? നമ്മൾ മുസ്ലിമുകൾ അതന്നെ ചെയ്യണോ? ഒന്നിവാസങ്ങൾ എല്ലാവരും വിട്ടുകൊടുക്കുന്നുണ്ട്, അതന്നെ നമ്മൾ വിട്ടുകൊടുക്കും. നമുക്കൊരു മാറ്റം വേണ്ടേ? കുൻതും ഖൈറ ഉമ്മ, ഏറ്റവും നല്ല സമൂഹമാണ് നിങ്ങൾ. നമ്മൾ വാക്കിലൊക്കെ ചെയ്യുന്നതന്നെ നമ്മളും ചെയ്യുന്നത്. അങ്ങനെയല്ല, ഈ ടെക്നോളജി അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ്. അതിനെ മിസ്യൂസ് ചെയ്യരുത്, ദുരുപയോഗം ചെയ്യരുത്. ഇതൊക്കെ ആവശ്യം. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർകുഹു മാ ലാ യഅനി. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് തർകുഹു മാ ലാ യഅനി, ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കുന്നവനാ ശരിയായ മുസ്ലിം. അതാണ് ആവശ്യമില്ലാത്തത്. അത്യാവശ്യങ്ങൾ തന്നെ ഇഷ്ടം പോലെ കിടക്കാം. പിന്നെ സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനെ ഇനി പറയുന്നത് വത്തഫാഹുഷു, തോന്നിവാസങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാലം വരും. ഒരു ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യഹ്ലക്, നാളെ പരലോകത്ത് നശിക്കാൻ പോകുന്ന ആളുകൾ, പരലോകത്ത് നാളെ നശിക്കാൻ പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞ് 4 വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞ് അതിൽ ഒരാൾ വറജുലു യഖൂലുൽ കിദ്ബ ഫതബ്ലുഗുൽ ആഫാഖ്. ഒരു മനുഷ്യൻ അവൻ നേരം പുലർന്നാൽ ഫയക്ദിബുൽ കിദ്ബ, അവൻ ഒരു നുണ പറയും. ആ നുണ തബ്ലുഗുൽ ആഫാഖ്, ലോകത്തിന്റെ ചക്രവാളങ്ങളിലേക്ക് ആ നിമിഷം എത്തുകയും ചെയ്യും. അങ്ങനെ നേരം പുലർന്നാൽ നുണ പറയാ, ആ നുണ ലോകത്തിന്റെ ചക്രവാളങ്ങളിലെത്തും. എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് അഷ്റഫുൽ ഖൽഖ്? എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എന്തിനെ കുറിച്ചാ? ആധുനികരായ ഉലമാ പറയാ, ശൈഖ് ഹംദ യൂസുഫ് അവരുടെ പോലെയുള്ള വലിയ വലിയ ആലിമീങ്ങൾ പറയാ, ഇന്റർനെറ്റിനെ കുറിച്ചുള്ള പ്രയോഗമാണിത്. ആയിക്കൂടെ ഒരു നുണ ഇവിടെ ഉണ്ടാക്കി ഫാബ്രിക്കേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു വീഡിയോ, ഒരു ക്ലിപ്പ്, എന്തെങ്കിലും ഒരു വർത്താനം, എന്തെങ്കിലും ഒരു ന്യൂസ്, ഹറാമായ എന്തെങ്കിലും ഒരു ന്യൂസ് ഉണ്ടാക്കി അവൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. വിത്തിൻ സെക്കൻഡ്സ് ഇറ്റ്സ് റീച്ചിങ് ഹൊറൈസൺസ്. ചക്രവാളങ്ങളിൽ എത്തുക എന്ന് പറഞ്ഞാൽ സെക്കൻഡുകളെ കൊണ്ട് എത്തുന്ന നുണ. എന്താണ് ഈ പറഞ്ഞത്? നിന്റെ അക്കൗണ്ടിലൂടെ നീ ലോഗിൻ ചെയ്ത് നീ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ കോടിക്കണക്കിന് ആളുകളുടെ മുമ്പിലേക്ക് ദിവസത്തിന്റെ സെക്കൻഡുകൾക്കുള്ളിൽ നടന്നു കഴിയാണ്. ഇങ്ങനെ നുണ പറയുന്ന മനുഷ്യൻ നശിക്കുന്ന ആളുകളാണ്. ഹാലികൂൻ, നാളെ നശിക്കാൻ പോകുന്ന ആൾ. എന്തേ പ്രശ്നം? ഇന്ന് നുണ പറഞ്ഞാൽ ഒരു നുണയാവുള്ളൂ. പണ്ടത്തെ കാലത്ത് അങ്ങനെ ഒരു നുണ, പണ്ട് ഇന്നല്ല. നുണ പറഞ്ഞു, അത് കേട്ടവൻ കേട്ടു എന്നല്ലാതെ ആരറിയുന്നു? പിന്നെ മറന്നാ തീർന്നു. ഇന്ന് അതല്ല, എല്ലാം ഡിജിറ്റലി റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്, ഡിജിറ്റലി സേവ് ചെയ്യപ്പെടുകയാണ്. ഇതൊക്കെ കോടിക്കണക്കിന് ആളുകൾ കാണുന്നവർ. അതിൽ ലൈക്കോ ഡിസ്ലൈക്കോ അടിക്കട്ടെ, തംസ് അപ്പോ തംസ് ഡൗണോ, ഇതൊന്നുമല്ല വിഷയം. ഇത് എത്ര കാലം അവിടെ കിടക്കുന്നുവോ, ഇത് അപ്ലോഡ് ചെയ്തവന്റെ തലയിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ എഴുതി ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ചെയ്ത നുണ ഓരോ സെക്കൻഡിലും ആരൊക്കെ വായിക്കുന്നുവോ, ആരൊക്കെ കേൾക്കുന്നുവോ, ആരൊക്കെ ആസ്വദിക്കുന്നുവോ, ഇവരുടെ കണ്ണിലൂടെ, നാവിലൂടെ, ചെവിയിലൂടെ കിട്ടുന്ന സർവ്വ തിന്മയുടെയും അംശം എത്ര കാലം അവനത് ഡിലീറ്റ് ചെയ്യാതെയോ അത് വിത്ഡ്രോ ചെയ്യാതെയോ സൂക്ഷിച്ചു വെക്കുന്നുവോ അത്രയും സെക്കൻഡ് കോടിക്കണക്കിന് ആളുകൾ കണ്ട തിന്മയുടെ ശിക്ഷ ഇവന്റെ തലയിലേക്ക് വരുമെങ്കിൽ ഇവനല്ലാതെ ആരാ പിന്നെ നശിക്കാൻ പോകുന്നത്? ഇത് ഗൗരവമുള്ള വിഷയമാണ്. ചെറുപ്പക്കാരുള്ള സദസ്സാണിത്, അല്ലേ? മൊബൈലുകളിൽ സംവിധാനങ്ങൾ, ടെക്നോളജി സംവിധാനങ്ങൾ ഇല്ലാത്ത ആർക്കാണ്? ഇതൊക്കെ ദുരുപയോഗം ചെയ്യണോ? ദുരുപയോഗം ചെയ്യല്ല. നന്മക്ക് നിലകൊള്ള്, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളേൻ. പിശാചിന് വേണ്ടി നിലകൊള്ളാൻ ഒരുപാട് കോടിക്കണക്കിന് ആളുകൾ ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാണ്, അല്ലെ? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കേണ്ടവരാ. തിന്മകൾ പ്രചരിപ്പിക്കല്ല, പൊലിവാസങ്ങൾ പ്രചരിപ്പിക്കല്ല. തിന്മകൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാലം വരെ അന്ത്യനാള് സംഭവിക്കുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അപ്പൊ എത്തിയെന്നായി പറഞ്ഞതിനർത്ഥം ഇങ്ങനെ ലോകത്ത് മനുഷ്യന്റെ മുമ്പിലേക്ക് സോഷ്യൽ മീഡിയകൾ തുറന്നു വെക്കപ്പെട്ട
ഒരു കാലം ലോക ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടില്ല. അത് അത്ഭുതം. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ടെക്നോളജി ബൂം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇന്നാണ് ഈ ഒരു 5-10 കൊല്ലങ്ങൾക്ക് ശേഷം അടുത്തെത്തിയതല്ലേ അർത്ഥം? അഷ്റഫുൽ ഖൽഖല്ലേ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയൊക്കെ നടക്കും. തിന്മ നടന്ന് മൂടിവെക്കപ്പെട്ട ആരും അറിയാതെ മായ്ക്കപ്പെടുകയല്ല, അത് കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്ന രീതിയിൽ വെബ്സൈറ്റുകളിലൂടെ, മീഡിയകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ തിന്മകൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാലം. മനുഷ്യന്റെ ഔറത്തുകൾ, തോന്നിവാസങ്ങൾ, വ്യഭിചാരത്തിന്റെ കഥകൾ, ഈ രീതിയിലുള്ള തോന്നിവാസങ്ങൾ ഈ സമൂഹത്തിൽ എന്ന് പ്രത്യക്ഷപ്പെടുന്നുവോ അന്ന് അന്ത്യനാൾ അടുത്തെത്തിയെന്നറിഞ്ഞോ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിപ്പിക്കേണ്ടയോ സഹോദരാ? ഈ ഹദീസുകൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട, നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കേണ്ടയോ? കഴിഞ്ഞുപോയ തെറ്റുകളെ കുറിച്ച് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങാൻ പ്രേരിപ്പിക്കേണ്ടയോ? എന്തൊരു ഗൗരവമാണ്! മൂന്നാമത്തെ വിഷയം ഖതീഅത്തുർ റഹിം, കുടുംബ ബന്ധം മുറിക്കപ്പെടുന്ന അവസ്ഥകൾ വരും. കുടുംബക്കാരോട് ബന്ധമില്ല, ആപ്പയോട് ഉമ്മയോട് ജ്യേഷ്ഠന്മാരോടൊന്നും വലിയ ടച്ചൊന്നുമില്ല. അവന്റെ ബന്ധങ്ങളൊക്കെ മറ്റു ആരൊക്കെയോ സുഹൃത്തുക്കളോടൊപ്പമാണ്. ഖതീഅത്തുർ റഹിം. സംസാരിക്കാൻ പറ്റാത്തൊരു ചെറുപ്പക്കാരന് ചാറ്റ് ചെയ്ത് ചൈനക്കാരിയെ മലപ്പുറത്തേക്ക് കൊണ്ടുവന്നത്. എന്താ അതൊക്കെ? അരികത്തിൽ വരക്കാരത് അറിയുന്നില്ല, അതിന്റെ വിഷയം. സംസാരിക്കാൻ കേൾക്കൂല, സംസാരിക്കില്ല. അതേ കോളേജിൽ ഒരു ചൈനപ്പെണ്ണ് നമ്മുടെ നാട്ടിലേക്ക് വന്നില്ല. ഞാൻ ആലോചിച്ചു പോവാണ്, ഈ കാലം വന്നു. ഈ റൂമിൽ നടക്കുന്നത് എന്താണെന്ന് അടുത്ത റൂമേരെ അറിയുന്നില്ല. പക്ഷെ ഈ റൂമിൽ നടക്കുന്നത് 4 കോണ്ടിനെന്റ് അപ്പുറത്ത് കിടക്കുന്ന മനുഷ്യനറിയാം. ഇതാണ് കാലം. ലോകത്തിന്റെ അങ്ങേയറ്റത്തുള്ള വിവരമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. സ്വന്തം അയലോകത്ത് എന്താ നടക്കുന്നത് നാളെ പത്രത്തിൽ കണ്ടാൽ അറിയുള്ളൂ. അതാണ് വിഷയം. സ്വന്തം അയൽപ്പക്കമില്ല. ദൂരെയുള്ളവരൊക്കെ അരികത്താണ്, പക്ഷെ അരികത്തുള്ളവരൊക്കെ എത്രയോ ഘാതങ്ങൾ അപ്പുറത്താ കിടക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത്. ഇത് കുടുംബബന്ധം മുറിക്കാനൊക്കെ കുറച്ച് ആൾക്കാരുണ്ടാവുന്നതാണ്. ഓരെ നന്നാക്കാൻ പറ്റൂല, നമുക്ക് നന്നാവാനേ പറ്റുള്ളൂ, അല്ലെ? ഒരു നന്മയുടെ വാക്ക് കിട്ടേണ്ടിടത്ത് ചീത്ത പറയുന്ന ആൾക്കാരുണ്ടാവും. ഒരു ഉപകാരം ചെയ്തെടുത്തു, അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്, ഒരു നല്ല വാക്ക് പ്രതീക്ഷിക്കും, പക്ഷെ അവര് ഇത്രേ ഉണ്ടാക്കുള്ളൂ. അവര് എന്റെ കല്യാണം മുടക്കും, എന്റെ മകളെ കല്യാണം മുടക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ലോകം. എല്ലാരും നന്നാക്കിയിട്ട് നമുക്ക് നന്നാകാൻ പറ്റില്ല. നമ്മളെന്ത് നന്നാവുക? എന്നാ പ്രശ്നം തീർന്നില്ലേ? നമ്മൾ നന്നാവുക. ഇങ്ങോട്ട് മുറിക്കുന്നവനോട്, അല്ലെ, ഇങ്ങോട്ട് കുടുംബബന്ധം മുറിക്കുന്നവനോട് അങ്ങോട്ട് കുടുംബബന്ധം ചേർക്കുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് വിശദീകരണം ചോദിച്ച വിഷയമാണ് ഹുസ്നുൽ ഖുലുഖ് എന്താണ്. قال أن تصل من قطعك وتعطي من حرمك وتعفو عمن ظلمك. ആയത്തിറങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. خذ العفو وأمر بالعرف وأعرض عن الجاهلين. خذ العفو, മാപ്പ് ചെയ്യണം. وأمر بالعرف, നന്മ കൊണ്ട് കൽപ്പിക്കണം. وأعرض عن الجاهلين, വിവരക്കേട് ചെയ്യുന്ന ആളുകളിൽ നിന്നങ്ങ് മുഖം തിരിച്ചു കളഞ്ഞേക്കണം. ഈ ആയത്തിറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനുമുണ്ട് ഒരു മുഅല്ലിം, അല്ലാഹുവിന്റെ റസൂലിനുമുണ്ട് ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ, ഒരു മുദർരിസ്. ആ മുദർരിസ് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അല്ലമഹു ശദീദുൽ ഖുവാ ذو مرة فاستوى. അല്ലമഹു ശദീദുൽ ഖുവാ, നല്ല ശക്തിമാനായ ഒരാളാണ് ഹബീബിനെ ഈ വാക്കുകൾ ഖുർആൻ പഠിപ്പിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം സാദനോട് ചോദിച്ചു, യാ ജിബ്രീൽ മാ മഅന ഹാദിഹിൽ ആയ. ഖുർആനിൽ ഒരായത്തിനെ പറ്റി അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ഈ ചോദ്യം ചോദിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലായില്ല ജിബ്രീൽ, എന്താണ് അല്ലാഹു പറയുന്നത്? ഖുദിൽ അഫ്വ, മാപ്പ് പിടിക്കുക. വഅമർ ബിൽ ഉർഫി, നന്മ കൊണ്ട് കൽപ്പിക്കുക. വഅഅരിദ് അനിൽ ജാഹിലീൻ, വിവരക്കേട് ചെയ്യുന്നവരിൽ നിന്ന് മുഖം തിരിച്ചു കളയാൻ.